ബടായി ചെറുതൊന്നുമല്ല, വമ്പൻ ബടായികളായിരുന്നു. ഇങ്ങോട്ട് തൊടികൂലെന്നൊക്കെ ആയിരുന്നു. അവസാനം വന്നിട്ട് ഒരൊറ്റ പ്രണാമമാണ്. ഇത് വലിയ ഒരു വല്ലാത്ത വീഴ്ചയായിപ്പോയി. സാഷ്ടാംഗം ഒരൊറ്റ വീഴ്ച. ഇനിയിപ്പോൾ ബാക്കിയുള്ളവർ ഇപ്പോൾ ഐഡിയോളജി പറഞ്ഞ് നിൽക്കുന്നുണ്ട്, CPI നിൽക്കുന്നുണ്ട്, ബാക്കിയുള്ളവർ നിൽക്കുന്നുണ്ട്. അവർ വീഴോ സാഷ്ടാംഗം പ്രണാമിക്കോ അതോ പിന്നെ ആശയമൊക്കെ പറഞ്ഞ് നിൽക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഐഡിയോളജി, അവനവൻ്റെ ഐഡിയോളജി, ആശയം, ആദർശം, അതാണല്ലോ നിലപാട് കോംപ്രമൈസ് ചെയ്തിട്ട് ഇനി ആരൊക്കെ ഇതിനോട് സമരസപ്പെട്ടു പോകും, അതായത് സാഷ്ടാംഗം പ്രണാമിക്കും എന്ന് നമുക്ക് നോക്കാം. ഞങ്ങളേതായാലും ഇല്ല. ബംഗാളിൽ മമതയും തമിഴ്നാട്ടിൽ സ്റ്റാലിനും അത് കാണിച്ചു. ആ രണ്ട് ഗവൺമെൻറ്റുകളും അത് കാണിച്ചു. കേരള ഗവൺമെൻറ് അത് കാണിച്ചില്ല. ഇവർ ഈ പറഞ്ഞ മാതിരിയൊന്നുമില്ല. ഒപ്പിട്ടാൽ പിന്നെ ഒപ്പിട്ട പോലെയാണ്. അവർ പറഞ്ഞത് പഠിപ്പിക്കേണ്ടി വരും. പിന്നെ തന്ത്രപരമായി അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി കളിക്കാം എന്നൊക്കെ പറയുന്നത് വർത്തമാനമോ. പിന്നെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ്, അതിനൊരു സിസ്റ്റം ഉണ്ടല്ലോ. ആ സൈറ്റിൽ കയറി നോക്കി അതിൻ്റെ പഠന കാര്യം അതൊക്കെ അങ്ങനെ വരുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഈ CPI നിലപാടിൽ കുറച്ചെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടോ? അതിനുള്ള ധൈര്യം അവർ കാണിക്കും. കണ്ടു തന്നെ അറിയാം. നമ്മൾ കാണാൻ പോണ പോരിഞ്ഞിപ്പോൾ ചോദിച്ചറിഞ്ഞ് നിൽക്കണം.